ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൂരി മസാലയുടെ റെസിപ്പിയാണ്. നമുക്ക് ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സൈസിലാണെങ്കിലും മുറിക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു തക്കാളിയും ഒരു സബോളയും പിന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പത്തിനും എൻ്റെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണോ പാകം അതേപോലെ വിസിലടുപ്പിക്കുക. ഒരു 2 വിസിൽ വന്നാൽ മതിയാവും. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കടുകും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി ഇതൊക്കെ ഉടച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഈ വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റണ വരെ കുറുക്കിയെടുക്കുക. നല്ലപോലെ കുറുക്കിയെടുത്താലാണ് അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് നല്ലപോലെ കുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൂരി മസാല റെഡിയായി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.